ഹലോ ഫ്രണ്ട്സ്, കാറ്റ്സ്വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോന്നി എക്കോ ടൂറിസത്തിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ആദ്യം നമ്മൾ കയറി ചെല്ലുമ്പോൾ വിശാലമായ ഒരു പാർക്കിംഗ് ഏരിയ ആണ്. പാർക്കിംഗ് ഏരിയയുടെ തൊട്ടടുത്തായിട്ട് ഒരു മെഡിസിനൽ പ്ലാന്റിന്റെ ഡെമോൺസ്ട്രേഷൻ ഉണ്ട്. പാർക്കിംഗ് ഏരിയ കഴിഞ്ഞു വരുമ്പോൾ ടിക്കറ്റ് കൗണ്ടർ ആണ്. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ആനക്കൂട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് വനശ്രീയുടെ ഒരു സ്റ്റോറുണ്ട്. ഇവിടെ നമുക്ക് വനത്തിൽ നിന്ന് ലഭിക്കുന്ന കുടംപുളി, തേൻ എന്നിവ വാങ്ങാൻ കഴിയുന്നതാണ്. ഇനി നമുക്ക് ആനക്കൂട്ടിലേക്ക് പോകാം. വനത്തിൽ നിന്ന് ലഭിക്കുന്ന ആനകളെ മെരുങ്ങുന്നതിന് മുമ്പായിട്ട് ഇവിടെയാണ് ഇടുന്നത്. ഇനി നമുക്ക് ആനയുടെ ഷെൽട്ടറിലേക്ക് പോവാം. ഇവിടെ ഇപ്പം 4 ആനകളാണുള്ളത്. 3 പിടിയാനയും ഒരു കുട്ടിക്കൊമ്പനും. കുട്ടിക്കൊമ്പന് 9 വയസ്സാണുള്ളത്. കൃഷ്ണ എന്നാണ് അതിൻ്റെ പേര്. ഞങ്ങളൊരു 11 മണിയോടുകൂടി എത്തിയിരുന്നു. ആ സമയത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പ്രിയദർശിനി, മീന, ഈവ എന്നിവയാണ് ഇവിടുത്തെ പിടിയാനകളുടെ പേര്. ആനപ്പുറത്ത് കയറാൻ ആഗ്രഹമുള്ളവർക്ക് പ്രത്യേകം ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ എലിഫന്റ് റൈഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് ബിലോ 10 ഇയേഴ്സും എബോവ് 60 ഇയേഴ്സും ഉള്ളവർക്ക് സത്യവാങ്മൂലം എഴുതി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് ടിക്കറ്റ് എടുക്കുന്നിടത്ത് അതിൻ്റെ ഫോർമാറ്റും വൈറ്റ് പേപ്പറും എല്ലാവരും അവിടെ നിന്ന് തന്നെ തരും. നമ്മൾ അതുപോലെ എഴുതി കൊടുത്താൽ മതി.
ഇതൊരു വിശ്രമിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നല്ലൊരു സ്ഥലമാണ്. ഇനി നമ്മൾ പോകുന്നത് എലിഫന്റ് മ്യൂസിയത്തിലേക്കാണ്. കയറി ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് എലിഫന്റിന്റെ ഒരു സ്കെൽട്ടൻ ആണ്. ആനയുടെ ഹിസ്റ്ററിയും ലൈഫ് സ്പാനും ഒക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നൊരു ഭാഗമാണിത്. ആനിമൽസിൻ്റെയും ബേർഡ്സിൻ്റെയും ഒക്കെ സൗണ്ട് പരിചയപ്പെടുത്തുന്ന ഒരു സെഷനാണിത്. 30 സൗണ്ട്സ് ആണ് ഇതിൽ കാണിക്കുന്നത്. മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പോകുന്നത് കുട്ടികളുടെ ഒരു പാർക്കിലേക്കാണ്. അടവി എക്കോ ടൂറിസത്തിലെ കൊട്ടവഞ്ചിയാണ് ഈ തണലിന് വേണ്ടിയിട്ട് ഇവിടെ കൊട പോലെ വെച്ചിരിക്കുന്നത്.
മ്യൂസിയത്തിനോട് ചേർന്ന് തന്നെ ഒരു കഫറ്റീരിയ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ നിന്ന് നമുക്ക് ഐസ്ക്രീമും കൂൾ ഡ്രിങ്ക്സും ഒക്കെ കിട്ടുന്നതാണ്. കോന്നി എക്കോ ടൂറിസത്തിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇനി നമുക്ക് അടവി എക്കോ ടൂറിസത്തിലേക്ക് പോവാം.